അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2006 നല്ല വാർത്തയിലൊക്കെ ഉണ്ടായ സംഭവമാണ് നിതാരി കൊലപാതകം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയെ പറ്റിയാണ് ഞാൻ ഷോർട്ട് ബ്രീഫ് തരാം. സിനിമ നടക്കുന്ന ഡൽഹിയിലെ സെക്ടർ 36. ഓക്കെ, സിനിമയുടെ പ്രധാന സ്റ്റോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം എന്ന് പറയുന്നൊരു വീട്ടുജോലിക്കാരനുണ്ട്. അതായത് സെക്ടർ 36 ഒരു വലിയ ബംഗ്ലാവിലെ ഒരു ഭയങ്കര കോടീശ്വരൻ വീട്ടിലുള്ള വേലക്കാരൻ. ഈ പുള്ളിക്കാരൻ ഒരു സൈക്കോപാത്താണ്. അവൻ്റെ പ്രധാന ഹോബി അവിടുത്തെ ചേരിയിലെ കൊച്ചുകുട്ടികൾ തട്ടിക്കൊണ്ട് പോവുക, അവർ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, എന്നിട്ട് അവരുടെ ബോഡി കട്ട് ചെയ്തിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്യുക. ഇതാണ് പുള്ളിയുടെ ഹോബി. അപ്പോൾ ആ ചേരിൽ ഒരുപാട് കുട്ടികൾ മിസ്സായിട്ടുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു എൻക്വയറി പോലും നടക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി താമസിക്കുന്ന ബംഗ്ലാവിൽ ആ പുള്ളിയും ഇതിൽ ഇൻവോൾവാണ്. അപ്പം അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പവറും പോലീസിലുള്ള നല്ല പിടിപാടും കാരണം ഈ കേസായിട്ടോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്നതല്ല കാട്ടി ഓടിക്കുകയാണ്. അതേ ഈ സെക്ടർ 36 പോലീസ് സ്റ്റേഷനിൽ രാംചരൺ പാണ്ഡെ എന്ന് പറയുന്നൊരു പോലീസുകാരുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം കൈക്കൂലിക്ക് വാങ്ങി തട്ടിമുട്ടി പോകുന്നൊരു സാധാരണ പോലീസുകാരനാണ്. അപ്പം പുള്ളിയും ഈ കേസിനൊന്നും മാനിക്കുന്നില്ല. കാരണം പുള്ളിക്ക് മേളിൽ നല്ല പ്രശ്നമുണ്ട്. പുള്ളിയും അധികം ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദസറ മഹോത്സവത്തിനിടയ്ക്ക് വെച്ചിട്ട് ഈ പോലീസുകാരൻ്റെ മകളെ ഇയാൾ തട്ടിക്കൊണ്ടുപോകും. അപ്പം ഈ പുള്ളി ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് അവസാനം കൊച്ചിനെ കിട്ടും. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദന അനുഭവിക്കുന്നുള്ള കാര്യം. അങ്ങനെ പുള്ളി കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ഓട്ടോക്കാരൻ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും. അതായത് ഈ ബംഗ്ലാവിനോട് ഡെഡ് ബോഡിയോ ബ്ലഡ് സ്റ്റോൺ കിട്ടിയെന്നുള്ള കംപ്ലയിൻറ്റ് കൊടുക്കും. അങ്ങനെ അവരവിടെ അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെ ഈ ബംഗ്ലാവിൻ്റെ ബാക്കിൽ നിന്നത്തെ ഡ്രെയിനേജിൽ നിന്നും ഒരു കൈപ്പത്തി കിട്ടും. അങ്ങനെ കൈപ്പത്തി കിട്ടുന്ന വെച്ചിട്ട് ഇവർ അന്വേഷണം കൂടുതൽ ഊർജ്ജമാക്കുമ്പോഴത്തേക്ക് ആ ഡ്രെയിനിൽ നിന്നും വേറെ ബോഡി പാർട്സും ഓരോ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഡ്രസ്സും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ ഈ ബംഗ്ലാവിൽ പോയിട്ട് ഈ പ്രേമിനെ അറസ്റ്റ് ചെയ്യും. പുള്ളി അറസ്റ്റ് ചെയ്തിട്ട് ഇവർ എൻക്വയറി നടത്തും. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവനെ ജയിലിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. അപ്പോൾ ഇവൻ പറയുന്ന ഓരോ അവനെല്ലാം ഏൽക്കും. ഓക്കെ, അവനെല്ലാം പറയും. എല്ലാ കുറ്റം അവനാണ് ചെയ്തെന്ന കാര്യം സമ്മതിക്കും. അങ്ങനെ പയ്യെ അന്വേഷണം നമ്മുടെ ബംഗ്ലാവിലെ കോടീശ്വരൻ്റെ അടുത്തേക്ക് എത്തി. പുള്ളിയുടെ പൊളിറ്റിക്കൽ പവറൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളി നൈസായിട്ട് കോടതിയിൽ നിന്ന് ഊരിപ്പോവും. പക്ഷേ ഈ പോലീസുകാരൻ എന്താ വെച്ചാൽ അവൻ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് കേസ് അന്വേഷിച്ചിട്ടും തൻ്റെ നിയമങ്ങൾക്ക് ഒന്നും ഈ കുറ്റവാളിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്യും, പുള്ളി നേരെ ഈ പ്രേമിൻ്റെ നാട്ടിൽ പോകും. നാട്ടിൽ പോകുമ്പം പുള്ളിക്ക് അവിടെ ഒരു CD കിട്ടും. ആ CDയിലാണെങ്കിൽ നമ്മുടെ ബംഗ്ലാവിലെ മെയിൻ താരം അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം നടത്തിയ എല്ലാ ക്രൈംസും എന്താ പറയുക അണത്തിക്കൽ കാര്യങ്ങളും എല്ലാത്തിനും ഡേറ്റ ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഈ പുള്ളി ഈ പട്ടിക്കാടാണ് അവിടെ നിന്ന് തിരിച്ചു വരുവാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പുള്ളിക്ക് വഴി ഒരു സ്കോർപ്പിയോ ലിഫ്റ്റ് കിട്ടും. അങ്ങനെ പുള്ളി വണ്ടിയിൽ കയറുന്നു. പുള്ളിയുടെ കയ്യിലെല്ലാ തെളിവുകളും CD എല്ലാം ഉണ്ട്. പുള്ളി അറിയുന്നില്ല ഈ സ്കോർപ്പിയോയിൽ വന്ന ആൾക്കാർ ഈ പുള്ളിയെ കൊല്ലാൻ വന്ന ആൾക്കാരാണ്. അതായത് അതേ നാട്ടിലെ പൊളിറ്റിക്കൽ പവേഴ്സും പുള്ളിയുടെ തന്നെ സുപ്പീരിയേഴ്സ് പോലീസ് ഓഫീസറും ഏർപ്പെടുത്തിയ ഗുണ്ടകളായിരുന്നു അത്. അങ്ങനെ വണ്ടിയിൽ വെച്ച് തന്നെ ഈ പോലീസുകാരനെ വളരെ ക്രൂരമായിട്ടാണ് കൊല്ലുന്നത്. അതായത് ബാക്ക് സീറ്റിൽ നിന്നിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പുള്ളി നന്നായിട്ട് സ്റ്റാബ് ചെയ്യണം. നെഞ്ചത്തും കഴുത്തിലും എല്ലാം സ്റ്റാബ് ചെയ്ത് അവസാനം പുള്ളി കഴുത്ത് അറുത്ത് ഈ CDയും പുള്ളിയുടെ തെളിവുകളും എല്ലാം ആ റോഡിൽ ഉപയോഗിച്ച് പുള്ളിയും ആ റോഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് അവർ പോവുകയാണ്. പിന്നീട് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഓക്കെ ഇതേ പോലീസ് സ്റ്റേഷനിൽ ഒരു പാഴ്സൽ എത്തുന്നു. ആ പാഴ്സലിൽ ഒരു CD ഉണ്ട്. ആ CDയിൽ തെളിവുകളാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അവിടെ കൊണ്ട് ഈ മൂവി അവസാനിപ്പിക്കുകയാണ്. അതായത് സിനിമയുടെ പേര് സെക്ടർ 36. ഈ മൂവി Netflix അവൈലബിൾ ആണ്. ഓക്കെ, നല്ല ഒന്നാം തരം ക്രൈം ത്രില്ലർ. അതായത് ഈ കിട്ടില്ല ഇതിൽ വിക്രാന്ത് മാസിയാണ് നമ്മുടെ സൈക്കോപാത്ത്. പുള്ളിയുടെ ക്ലാസിക് അഭിനയമാണ്. അതായത് നമ്മൾ അത്ര വെറുക്കും. അമ്മാതിരി സൈക്കോപാത്താണ് ചെയ്യുന്നത്. അതായത് അതിലത്തെ ഓരോ സീൻസ് കണ്ട് ഈ പിള്ളേരെ കട്ട് ചെയ്യുന്നതും ബോഡി ഡിസ്കാർഡ് ചെയ്യുന്നതൊക്കെ കുറച്ച് ബ്ലഡി ബൂണ്ടഡ് സീൻസൊക്കെ ഉണ്ട്. ഓക്കെ, സൈക്കോപാത്ത് സിനിമകൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമ മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നെറ്റ്ഫ്ലിക്സിലെ മൂവി നല്ല ഒന്നാം തരമായിട്ട് അൺകട്ട് വേർഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ കാണാം, കണ്ട് നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ സൈക്കോ മൂവീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെ ബൈ.